ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഐഫോൺ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നവരാണ്. ഐഫോൺ എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾ ഐഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ ഫോട്ടോ നിങ്ങളുടെ ഐഫോണിൽ എടുത്തത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ ലൊക്കേഷൻ, ഡേറ്റ്, ടൈം ഇതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് കണ്ടെത്താനെല്ലാം സാധിക്കും. അതായത് ഇതുകൂടി അതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാര്യമെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ പ്രൈവസി എല്ലാം നല്ല രീതിയിൽ നോക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഡീറ്റെയിൽ എല്ലാം പോകുന്നതെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിനാൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രശ്നമെല്ലാം പരിഹരിക്കാൻ സാധിക്കുക എന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്യാലറിയിൽ നിന്നും ഐഫോണിൽ എടുത്തൊരു ഫോട്ടോ എല്ലാം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെല്ലാം ഷെയർ ചെയ്യുന്നു എന്ന് കരുതുക. ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ മുകളിൽ ഓപ്ഷൻസ് എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ലൊക്കേഷൻ എല്ലാം ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ലൊക്കേഷൻ എന്നത് ഇത് ടാപ്പ് ചെയ്ത് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഈ ഒരു ഇമേജ് എല്ലാം തന്നെ ഇത് എല്ലാ ഡിവൈസിലും കോമ്പാക്റ്റബിൾ ആകണമെന്നില്ല. അതായത് എല്ലാ ഡിവൈസിലും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. ഇപ്പോൾ ചില സിസ്റ്റത്തിലെല്ലാം തന്നെ ഈ ഒരു ഫയലൊന്നും തന്നെ ഓപ്പൺ ആകണമെന്നില്ല. അതിനാൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ഇങ്ങനെ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ മോസ്റ്റ് കോമ്പാക്റ്റബിൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ എന്ന് കൊടുത്ത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ എല്ലാം ഷെയർ ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽ ഒന്നും ഷെയർ ആകാതെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം അയക്കാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്